ഒരു കോൺസെപ്റ്റ് ഫിസിക്സിലെയോ കെമിസ്ട്രിയിലെയോ ഒക്കെ ഒരു കോൺസെപ്റ്റ് പഠിച്ചു കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും അല്ലേ? അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചിലപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അതല്ലെങ്കിൽ വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് രണ്ടും ഈ രണ്ട് പ്രാക്ടീസസും ശരിക്കും ഒരു മിസ്റ്റേക്കാണ്. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട്. ഗ്രേഡഡ് ഡിഫിക്കൽട്ടി എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. ഒരു കൺസെപ്റ്റ് പഠിച്ച ശേഷം നമ്മൾ ആദ്യം തന്നെ പ്രാക്ടീസ് ചെയ്യേണ്ടത് ലെവൽ 1 ക്വസ്റ്റ്യൻസ് ആണ്. ലെവൽ 1 ക്വസ്റ്റ്യൻസ് കുറേ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പോൾ അത് ഏകദേശം ഒരു 80 to 20% ഒക്കെ ആയിരിക്കും. ഒരു 80% നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതേ സമയത്ത് ഒരു 20% കുറച്ച് നമുക്ക് തിങ്ക് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ലെവൽ 2ലേക്ക് പോകേണ്ടത്. അതായത് രണ്ട് കോൺസെപ്റ്റ്സിനെ അല്ലെങ്കിൽ ഒന്നിലധികം കോൺസെപ്റ്റ്സിനെ ഇന്റർ കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് ലെവൽ 2 ക്വസ്റ്റ്യൻസിൽ ഉണ്ടാവുക. കുറച്ച് മാത്തമാറ്റിക്കൽ ആപ്ലിക്കേഷനും ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ലെവൽ 2 ക്വസ്റ്റ്യൻസ്. ലെവൽ 2 ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് ലെവൽ 3ലേക്ക് ജെഇൻ്റെ ഒക്കെ അഡ്വാൻസ്ഡ് എക്സാംസിൽ ചോദിക്കുന്ന പോലെയുള്ള മൾട്ടി ടോപ്പിക്സ്, അതായത് ഇപ്പോൾ ഫിസിക്സിലാണെങ്കിൽ ഓപ്റ്റിക്സിനെയും അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിസത്തെയും ഒക്കെ കണക്ട് ചെയ്യുന്ന വിവിധ യൂണിറ്റുകളെ കണക്ട് ചെയ്യുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് ലെവൽ 2 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ശേഷമാണ്. ഇങ്ങനെ നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഗ്രേഡഡ് ഡിഫിക്കൽട്ടിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എല്ലാ ലെവലിലും. അതല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പിലും നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതേസമയത്ത് ഇതിന് ഓപ്പോസിറ്റായിട്ട് നമ്മൾ കൺസെപ്റ്റ് പഠിച്ചതിൻ്റെ ശേഷം ലെവൽ 1 ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ കംഫർട്ട് ലെവലിൽ മാത്രമേ നമ്മൾ നിൽക്കുള്ളൂ, നമുക്കൊരു പ്രോഗ്രഷൻ ഉണ്ടാവില്ല. അതേസമയത്ത് ആദ്യം തന്നെ ലെവൽ 3 ക്വസ്റ്റ്യനിലേക്ക് ജെഇ അഡ്വാൻസിലൊക്കെ ചോദിക്കുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മളെ കോൺസെപ്റ്റ്സ് എത്ര ക്ലിയർ ആണെങ്കിലും ചിലപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അത് നമ്മളെ കോൺഫിഡൻസ് ലെവലിനെ ബാധിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലെവൽ 1 ക്വസ്റ്റ്യൻസ് ആദ്യം അറ്റംപ്റ്റ് ചെയ്യുക, അതിൻ്റെ ശേഷം ലെവൽ 2 ക്വസ്റ്റ്യൻസും ദെൻ ലെവൽ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുക. ഇങ്ങനെയാണ് നമ്മളെപ്പോഴും ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടത്.